നടൻ ഷൈൻ ടോം ചാക്കോ പ്രതിയായിട്ടുള്ള കൊക്കെയിൻ കേസ് 2015 കാലഘട്ടത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ട് കോടതി ഉത്തരവായി. ആ ഉത്തരവ് വന്നതിന് തൊട്ടു പിന്നാലെ സതീശൻ നിയമസഭയിൽ വന്നടിച്ച വാചകം ഒന്ന് കേൾക്കാം. രാവിലെ പത്രത്തിൽ കൊക്കെയിൻ കേസിലെ മുഴുവൻ പ്രതിയെ വിട്ട് എന്ത് പറ്റിയത്? NDPS കേസിൽ പ്രോപ്പറായിട്ടുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്യാതെ കുറ്റപത്രം കൊടുത്തു. സഹായിക്കാൻ കൊടുത്താണ്. കേട്ടില്ലേ? ലഹരിയുമായി ബന്ധപ്പെട്ട് പൊളിറ്റിക്കൽ പാട്രണേജ് കൊടുക്കുന്നു എന്ന് അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിച്ചു. അതിൽ ഒരു പച്ച നുണയുണ്ട്. അതായത് ഷൈൻ ടോം ചാക്കോ ഉൾപ്പെട്ട കൊക്കെയിൻ കേസിൽ എങ്ങനെ പ്രതികളെ പുറത്തുവിട്ടു എന്നതിനെ സംബന്ധിച്ച് സതീശനും കോൺഗ്രസ്സുകാരും നടത്തിയ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ കേസുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോരെന്ന് കാശ് മേടിച്ചുകൊണ്ടാണോ അല്ലാതെ മറ്റെന്തെങ്കിലും സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ കുറ്റപത്രത്തിൽ വകുപ്പുകൾ ലഘൂകരിച്ചത് കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിൽ, അതും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ. നർക്കോട്ടിക്സ് ആക്ട് പ്രകാരമുള്ള കേസിൽ കൊക്കെയിൻ ഉൾപ്പെടെ ഉപയോഗിച്ച ലഹരിപ്പാട്ടിയിൽ കൈയോടെ പിടിച്ച കേസിൽ എങ്ങനെയാണ് കേസുമായി ബന്ധപ്പെട്ട് ദുർബല വകുപ്പുകൾ എഴുതി ചേർത്ത് 2015 തന്നെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ആ കുറ്റപത്രം വെച്ച് നടന്ന വിചാരണയ്ക്ക് ശേഷമാണ് ഷൈൻ ടോം ചാക്കോയെ കുറ്റവിമുക്തനാക്കുന്ന സാഹചര്യമുണ്ടായത്. ആ കൊക്കെയിൻ കേസുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലായത് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയുടെയും പുണ്യാളൻ മുഖ്യമന്ത്രിയുടെയും കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് അതിമാരക ലഹരി മരുന്നായിട്ടുള്ള കൊക്കെയിൻ കൈയോടെ പിടിച്ച കേസിൽ ദുർബലമായിട്ടുള്ള കുറ്റപത്രം എങ്ങനെ ഉണ്ടായി എന്നുള്ള സംശയമുണ്ടാകണ്ടേ? അതിനെ സംബന്ധിച്ച് സതീശൻ്റെ ഈ വാചകത്തിന് ശേഷം മന്ത്രി MB രാജേഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ കുറ്റപത്രത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്താൻ കാരണമായതിനെ സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കന്മാർ അഭിപ്രായം പറയണം. അതിൽ സതീശന് ബന്ധമുണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം മറുപടി പറയണമെന്ന് പറയുന്നിടത്ത് കൊച്ചിയിൽ നടന്നൊരു കേസിൽ എറണാകുളംകാരനായിട്ടുള്ള സതീശന് സ്വാഭാവികമായിട്ട് സിനിമാ നടന്മാരുടെ എല്ലാം കണ്ണിലുണ്ണിയായിട്ട് നടക്കുന്ന മഹാന് പങ്കുണ്ടോ എന്ന് സംശയിക്കേണ്ടി വന്നാൽ ചിലപ്പോൾ കുറ്റം പറയാൻ പറ്റില്ല. പൊളിറ്റിക്കൽ പാട്രണേജ് എന്നൊരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടുണ്ടായി. അത് അദ്ദേഹം പറഞ്ഞതിന് കുറച്ച് വസ്തുതയുണ്ട്. നിയമസഭയിൽ അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചല്ലോ. ഒരു കൊക്കെയിൻ കേസിൽ, പ്രമുഖ സെലിബ്രിറ്റി ഉൾപ്പെട്ട കൊക്കെയിൻ കേസിൽ പ്രതികളെ വെറുതെ വിട്ടത് പൊളിറ്റിക്കൽ പാട്രണേജ് ആണ് എന്നത്. അത് അദ്ദേഹം പറഞ്ഞത് ഗൗരവമുള്ള കാര്യമാണ്. 2015 ജനുവരി 31 കേസ് പിടിച്ചത്. കുറ്റപത്രം സമർപ്പിച്ചത് 2015 ആദ്യം മാർച്ച് 28, രണ്ടാമത്തെ കുറ്റപത്രം 2016 ഫെബ്രുവരി 11. അടുത്ത കാലത്ത് കേരളത്തിൽ വിട്ടുപോയൊരു കേസ് ഇതാണ്. അതിൻ്റെ സമയക്രമമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞു എന്നുള്ളത് വ്യക്തമായില്ലേ? ആ അനുഭവം വെച്ചിട്ട് ഞങ്ങളെ വിമർശിക്കാൻ വരരുത്. ഇപ്പോൾ പൊളിറ്റിക്കൽ പാട്രണേജ് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആ സംഭവം മുൻനിർത്തി അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞതാണ്. അന്ന് അതിൽ എറണാകുളത്ത് നിന്നുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇടപെട്ടിട്ടുണ്ടോ? പ്രതിപക്ഷ നേതാവിൽ ഇടപെട്ടിട്ടുണ്ടോ ഇല്ലെന്ന് അദ്ദേഹം പറയട്ടെ. കുറ്റപത്രത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട്. NDPS നിയമത്തിന്റെ വിവിധ വകുപ്പുകൾക്ക് വിരുദ്ധമായിട്ട് കുറ്റപത്രം സമർപ്പിച്ചത് കൊണ്ടാണ് ആ കേസിലെ സെലിബ്രിറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ രക്ഷപ്പെട്ടത്. അപ്പോൾ ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ഞങ്ങൾക്ക് നേരെ ആരോപണമായിട്ട് വരരുത് എന്ന് പറയാൻ നിർബന്ധിതനാവുകയാണ്. ഇതത് പറയേണ്ട സന്ദർഭമാണോ വെച്ചാൽ അദ്ദേഹം ആ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നതുകൊണ്ടാണ്. കേസുമായി ബന്ധപ്പെട്ട് പിടിച്ചത് ചെന്നിത്തലയുടെ പോലീസ്, കുറ്റപത്രം സമർപ്പിച്ചത് ചെന്നിത്തലയുടെ പോലീസ്. അതിനുശേഷം കേസ് നീണ്ട വിചാരണകൾക്കൊടുവിൽ 2024 ആ കുറ്റപത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തി വിധി വരുമ്പോൾ അതിനുത്തരവാദി പിണറായി വിജയനാണത്രേ. എത്ര വിദഗ്ധമായിട്ടുള്ള രാഷ്ട്രീയ അഭിപ്രായം! ഈ നാട്ടിലുള്ള സതീശനും കോൺഗ്രസ്സുകാരും അവരുടെ വായ്ത്താരികളെ വാർത്തയാക്കുന്നിടത്ത് നാട്ടുകാർ ഇതെല്ലാം വായിച്ച് പൊട്ടന്മാരാകുമെന്നാണ് കോൺഗ്രസ്സുകാരും ചില മാധ്യമപ്രവർത്തകരും കരുതുന്നത്. എന്നാൽ അക്കാലം പോയി എന്ന് പറയാൻ വേണ്ടിയാണ് ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. ഷൈൻ ടോം ചാക്കോയെ രക്ഷപ്പെടുത്തി വിട്ടത് കോൺഗ്രസ്സുകാർ. നേരത്തെ കോൺഗ്രസ്സിൽ തന്നെ എറണാകുളത്തുള്ള ഒരു MLA മകനും അത് സതീശൻ്റെ വായിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്, ലഹരിക്ക് അടിമയായിരുന്നു. തൃപ്പൂണിത്തുറ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ FIR തിരുത്തിയത് ആരും മറന്നിട്ടില്ല. കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കുറ്റപത്രം അന്ന് തിരുത്തിയതുപോലെ തന്നെ
ഷൈൻ ടോം ചാക്കോയ്ക്ക് വേണ്ടി കൊക്കൈൻ കേസിൽ ആരാണ് കുറ്റപത്രത്തിൽ ഗുരുതരമായ ക്രമക്കേട് നടത്തിയതിനെ സംബന്ധിച്ച് അന്വേഷണം വേണ്ടതുണ്ട്. സതീശൻ ഉൾപ്പെടെയുള്ള പലരും അതിൽ എന്ത് ഇടപെടൽ നടത്തി എന്നതിനെ സംബന്ധിച്ച് ഈ സമൂഹത്തിന് അറിയേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.